എന്ത് പണിയാ ഗിരിയേട്ടൻ കാണിച്ചത്? എന്ത് കാണിച്ചു? എല്ലാവരുടെ മുന്നിൽ വെച്ചാണോ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഏതിനെ കുറിച്ച്? ഇതിനെ കുറിച്ച്. ഏതിനെ കുറിച്ചെന്ന്? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. നീ കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റൂ. കാളീശ്വരിയുടെ പേര് ഉപയോഗിച്ച് ഗിരിയേട്ടൻ വെറുതെ നാടകം കളിച്ചതല്ലേ? എന്ത് നാടകം? ശാന്തി മുഹൂർത്തം കുറിച്ച് തന്നു പറഞ്ഞത്. അതോ? അമ്മയ്ക്ക് വിശ്വസിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവൂന്ന് കരുതിയ കാളീശ്വരിയുടെ പേര് ഉപയോഗിച്ചത്. അല്ലെങ്കിലും നമ്മളെ പിരിക്കാൻ കൊണ്ടുവന്ന ആളിന്റെ പേര് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഒരുമിക്കുന്നതിലല്ലേ ഒരു കാവ്യനീതി ഉള്ളത്. അതിനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതൊരു ആഘോഷം പോലെ നടത്താൻ പോവാണെന്ന് എന്തിനാ പറഞ്ഞത്? അമ്മയുടെ സ്വപ്നയുടെ ഒക്കെ നോട്ടം കണ്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നീ എന്തിനാ എത്ര നാണിക്കുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ എത്രയായി? നമ്മൾ ഇത്രയും കാലം ഒരേ മുറിയിൽ ഒരേ ബെഡിലല്ലേ കഴിഞ്ഞത്? സത്യം പറഞ്ഞ ഇപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ എത്ര പേര് വിശ്വസിക്കുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നമ്മൾ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നാടകം കളിക്കുകയാണെന്നേ പലരും പറയൂ. അമ്മയും സ്വപ്നയും പോലും അങ്ങനെയായിരിക്കും കരുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനൊരു ആഘോഷം പോലെ എല്ലാം അവതരിപ്പിക്കുമ്പോ അവർക്ക് ഇത്രയും കാലം നമ്മൾ നല്ല കുട്ടികളായിരുന്നു എന്ന് ഒരു വിശ്വാസം കൂടുന്നു. അതിൽ നീ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗിരിയേട്ടാ, എന്നാൽ ഇത് കുറച്ച് ഓവറായി പോയി. ഓവർ ആവട്ടെ. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാ കടന്നുപോയത്. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നീ ഒരു പോലീസുകാരി, എന്നെ നാട്ടുകാരെല്ലാം കാണുന്നത് ഒരു ഗുണ്ടയായിട്ടും. നമ്മളെ പിരിക്കാൻ മാത്രമായി ഒരു 100 കാരണം ഉണ്ടായിരുന്നു. അതിലേറ്റവും വലുത് എന്റെ അച്ഛന്റെ കസ്റ്റഡി മരണമാണ്. ഈ വീട്ടിൽ ഞാനടക്കം ആർക്കും ഈ ബന്ധം മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് പലരുടെയും പ്രവചനങ്ങൾ തെറ്റിച്ച് നമ്മുടെ പ്രതീക്ഷകൾ പോലും മറികടന്ന് നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചു. ഇതൊരു ചെറിയ കാര്യമാണോ മഞ്ജു? അല്ല. അപ്പോ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നമ്മൾ ഒരുമിക്കാൻ പോകുന്നത് ഒരാഘോഷമാക്കി മാറ്റുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? എടോ, ഇത് നമ്മുടെ സന്തോഷത്തിന്റെ മാത്രം കാര്യമല്ല. നമ്മൾ ഒരിക്കലും ഒരുമിക്കില്ല എന്ന് പറഞ്ഞ് നടന്നവരുടെ മുന്നിൽ നമ്മൾ ജയിച്ചു എന്ന് കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കണം? ഏത് നിമിഷവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതം അങ്ങനെയാ. പക്ഷേ അതെല്ലാം നേരിടാൻ നീ എന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പ് മാത്രം തന്നാ മതി. എന്താ, തരില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ ഗിരിയേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് മതി. എന്നാലേ ശാന്തി മുഹൂർത്തം നാളെയല്ലേ? അത് വെറുതെ അമ്മയും സ്വപ്നയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലേ. എന്തായാലും പറഞ്ഞതല്ലേ, ഇനി അത് പാലിക്കാം. അല്ല, അതിലൊന്നും വലിയ കാര്യം മഞ്ജു. ഇന്നങ്ങ് പറഞ്ഞാ മതിയായിരുന്നു.